عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى كل الصحابة أجمعين. ബഹുമാനാദരവ് നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതും അവിടുത്തെ സഹാബത്ത് പഠിപ്പിച്ചതും അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാരെ അംഗീകരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു പാതയാണ് സുന്നത്ത് ജമാഅത്ത്. അതിൽ പ്രവർത്തിക്കുന്നവരാണ് സുന്നികൾ. എന്നാൽ ആ സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അടുത്തായി എന്ന് മാത്രമല്ല, മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഒരു മൗലവി പറയുകയാണ്, നിസ്കരിക്കുന്ന ആളുകളെ വഹാബികൾ മുശ്രിക്കാക്കുന്നു, മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു എന്ന് ചില ആൾ പറയാറുണ്ട്. പക്ഷേ വല്ലാഹി മുസ്ലിമീങ്ങളെ അല്ല മുശ്രിക്കാക്കുന്നത്, അവര് മുസ്ലിമീങ്ങളല്ല. ആരെ സംബന്ധിച്ചിട്ടാണ് പറഞ്ഞത്? സുന്നികളെ സംബന്ധിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ മൗലവി പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചാൽ വഹാബികളെ ഗാഫറാക്കുന്നത് മുസ്ലിമെയാണ് മുശ്രിക്കാക്കുന്നത്. നിസ്കരിക്കുന്ന ആളല്ലെന്നോ? ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അവർ നിസ്കരിക്കും. ഇദാ സല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, ബക്കത്തോട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അയാളുടെ വാദം മാത്രമല്ല കേട്ടോ. ആ ഒരു ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ പല വഹാബി മാളങ്ങളിൽ നിന്നും ശ്രദ്ധിക്കുകയാണ്, അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. ഷേഖ് അബ്ദുള്ള മൗലവിക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അത്തരം പ്രസംഗങ്ങൾ നടത്തിയ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അബദ്ധം ഷേഖ് അബ്ദുള്ള മൗലവിക്ക് വേണ്ട, വഹാബികൾ മൊത്തം പറഞ്ഞത് അബദ്ധം തന്നെയാണ്. ഞങ്ങൾക്കെതിരെ ഏത് കാലം ബഹുമാനപ്പെട്ട IKS മുസ്ലിയാർ മഹാനുഭാവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ നേതാവ് ഒരു കത്തെഴുതിയിരുന്നു. എന്റെ മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിമാവുക എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്ത് അതൊക്കെ അവരുടെ സെൻസറിയിൽ പ്രസിദ്ധീകരിച്ചതാണ്. അതൊക്കെ രേഖയായി ഞങ്ങളുടെ കയ്യിലുണ്ട്. ആവശ്യമാണെങ്കിൽ ഞങ്ങൾക്കത് വായിക്കാൻ. തീർന്നിട്ടില്ല. കാന്തപുരം ഉസ്താദും ശംസുലുലമയും ഏബിയും കാഫറാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തീർന്നിട്ടില്ല. 50ഓളം വിഷയങ്ങൾ സുന്നികൾ മക്കാ മുശ്രിക്കീങ്ങളുടെ ഒപ്പമാണ്, മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസമാണ്, ചിലപ്പോൾ അതിനേക്കാളും അപ്പുറമാണ് എന്ന് വരെ എഴുതി വിട്ടിട്ടുണ്ട്. ഈ എഴുതിയ നിങ്ങൾക്ക് ഷേഖ് അബ്ദുള്ള മൗലവി പ്രസംഗിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞ് അത് മാത്രം തള്ളിയാൽ പോരാ. കഴിഞ്ഞ കാലങ്ങളിൽ വന്ന ഇത്തരം ലേഖനങ്ങൾ മൊത്തം നിങ്ങൾ തള്ളേണ്ടി വരും. അവരെയൊക്കെ തള്ളാൻ തയ്യാറാവുമോ എന്നാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദിനോടും അതിനെ ഷേഖിയെ തള്ളിക്കൊണ്ട് ന്യായീകരിക്കാൻ വന്ന സർവ്വ മൗലവിമാരോടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഷേഖ് അബ്ദുള്ള മൗലവി സുന്നികൾ അവിശ്വാസികളാണ്, മുസ്ലിമീങ്ങളല്ല, അവർ മുശ്രിക്കാണെന്ന് പറയാൻ അയാൾ കണ്ട കാരണം എന്താണെന്ന് അറിഞ്ഞോ? അയാൾ പറയുകയാണ്, ഇവിടെയുള്ള മഹല്ല് പള്ളി തുബിയത്ത് കഴിക്കുന്ന പള്ളിയാണ്. തുബിയത്ത് കഴിക്കുന്ന പള്ളിയിലുള്ള ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. തുബിയത്ത് കഴിക്കുന്ന പള്ളി അത് പള്ളിയല്ല, അമ്പലമാണ്. അതുപോലെ തന്നെ തുബിയത്ത് കഴിക്കുന്ന ആ പള്ളിയിലുള്ള ഇമാമ് അമ്പലത്തിലുള്ള സ്വാമിയെ പോലെയാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നത് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സ്വാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. ആ നിസ്കാരം സഹിയാകുകയില്ല, തീർച്ച. ഇതാണ് അദ്ദേഹം കാരണം കണ്ടെത്തിയത്. മൗലവി ഉൾപ്പെടെയുള്ള വഹാബി മൗലവിമാരോട് ചോദിക്കാനുള്ളത്, സുന്നികളായ സ്ത്രീകളെ എത്രയോ മുജാഹിദീങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, മുശ്രിക്കത്തിനെ വിവാഹം ചെയ്യരുത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ മൗലവിമാർ ചെയ്തു തരുന്ന നിക്കാഹുകളൊക്കെ സഹിയാണോ? ഖുർആൻ പറയുകയാണ്, നിങ്ങളെ വാദപ്രകാരം സുന്നികളായ നിങ്ങൾ മുശ്രിക്കീങ്ങളാണ്. മുമ്പേ പറഞ്ഞു വന്നതാണ് നിങ്ങൾ. ഇനി നമുക്ക് അവിടെ ചോദിക്കാനുള്ളത്, അത്തരം സുന്നികളായ സ്ത്രീകളെ നിക്കാഹ് ചെയ്തിട്ടുണ്ട്,
വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മുശ്രിക്കത്തിന് നിക്കാഹ് ചെയ്യരുത്. നിങ്ങൾ ചെയ്ത നിക്കാഹ് ശരിയാണോ? അതിലൂടെ ജനിച്ച മക്കൾ സ്ഥിതി എന്താണ്? അതിനൊക്കെ മറുപടി ചുഴലി ഉൾപ്പെടെയുള്ള മൗലവിമാർ പറയേണ്ടതാണ്. മാത്രമല്ല, ഈ മാതാപിതാക്കൾ മുസ്ലിങ്ങളായ സുന്നികളായ മാതാപിതാക്കളുടെ മക്കൾക്ക് അവരുടെ അനന്തരാവകാശ സ്വത്തെടുക്കാൻ പറ്റുമോ? കാരണം മക്കൾ മുജാഹിദാണെങ്കിൽ ആ മക്കൾക്ക് അതുപോലെ അവരുടെ അനന്തരാവകാശം എടുക്കാൻ പറ്റുമോ? ആ കാര്യം കൂടി നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നു. എന്നിട്ടില്ല, സുന്നികളായ ആളുകൾ അറുത്തത് ഭക്ഷിക്കരുത് എന്ന് നിങ്ങൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ആ വാദത്തിൽ നിങ്ങൾ ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല. ഞാൻ പറയട്ടെ, ആ മുശ്രിക്കീങ്ങളുടെ അറുക്കുന്നത് ഭക്ഷിക്കരുത് എന്നുണ്ടല്ലോ. ഞങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ സുന്നികളായ ആളുകൾ അറുക്കുന്നുണ്ട്. ആ അർത്ഥ മാംസമൊക്കെ ഈ മൗലവിമാർ ഭക്ഷിക്കാറുണ്ടോ? അത് പറ്റുമോ? ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇതൊക്കെ മുമ്പേ ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാൽ ഇതേ മൗലവി തന്നെ മുമ്പൊരിക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്. മൗലവിമാരെന്ന് പറഞ്ഞാൽ അരണ്ടെണ്ണ മാതിരിയാ തോന്നുന്നുണ്ട്. കാരണം തലവെച്ച ഭാഗവും പാല് വെച്ച ഭാഗവും അരണക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതുപോലെ മുമ്പെന്താ പ്രസംഗിച്ചെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. മുമ്പെന്താ എഴുതിയതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. മുമ്പൊരു പ്രസംഗത്തിൽ ഈ മൗലവി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇർത്തക്കബത്ത് ചെല്ലിയ ആള് മുശ്രിക്കാണെന്ന് പറയരുത്. ആശിക്കീങ്ങൾ ഇഷ്ടം ചെല്ലും, അതുകൊണ്ട് ഇർത്തക്കബത്ത് ചെല്ലിയ ആള് മുശ്രിക്കാണെന്ന് പറയരുത്. ഇവിടെയാണ് ആശിക്ക് അന്തരീക്ഷം നോക്കിയിട്ട് പറഞ്ഞത്, ഇർത്തക്കബത്തു അലൽ ഖത്താ ഗൈറ ഹസിനിൻ ബഅദദ്. ഹദ്വഅസ്റൂലാത്ത തെറ്റുകൾ ഞാൻ ചെയ്തുപോയി, കണക്കില്ലാത്ത തെറ്റ് ഞാൻ ചെയ്തുപോയി. എന്റെ പ്രേമഭാജനമേ, ഞാൻ നിങ്ങളോടാണ് പാവലാതി പറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് പുറത്തുകാ നബിയേ എന്നാണോ അർത്ഥവാക്കിന്റെ അർത്ഥം? ആവശ്യമില്ലാതെ അർത്ഥം വെച്ചാൽ ജനങ്ങളെ മുശ്രിക്കാക്കുന്നതിനാ? ചോദിക്കട്ടെ, ഇർത്തക്കബത്ത് ചൊല്ലിയതും മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മുഹ്യിദ്ദീൻ ശൈഖിനെ തൗസിലാക്കുന്നതും ഇർത്തക്കബത്ത് ചെല്ലുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഞങ്ങളെ കുത്തുബിയത്ത് ചെല്ലാൻ പഠിപ്പിച്ചത്, ഞങ്ങളെ മഹാന്മാരെ വിളിക്കാൻ പഠിപ്പിച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നാൽ ഞങ്ങളെ മഹാന്മാരെ വിളിക്കാൻ പഠിപ്പിച്ച നേതാവ് ആരാണെന്നല്ലേ? സയ്യിദിന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഹദീസ് കാണാം, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യും. عن عثمان بن حنيف رضي الله عنه عثمان بن حنيف رضي الله عنه നിവേദനം أن رجلا ضرير البصر أتى النبي صلى الله عليه وسلم. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, فقال ادعوا الله أن يعافني. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇൻ ശിഅത അഖർതു ലക ദാലിക. നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ദുആ ഞാൻ പിന്തിക്കും. വഹുവ ഖൈറുൻ. അതാണ് തങ്ങൾക്ക് ആഖിറത്തിൽ കൂടുതൽ ശ്രേഷ്ഠത, ഹൈർ എന്ന് മനസ്സിലാക്കുന്നു. വൻശീർത്ത ദഅവത്തു, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ദുആ ചെയ്യും. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുആ ചെയ്യാൻ ആവശ്യം. അമറഹു, അപ്പോൾ ആ മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ പൂർണ്ണമായ ആ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള നല്ലൊരു വുളൂ ചെയ്യുക. പിന്നീട് 2 റക്അത്ത് നിസ്കരിക്കുക. പറയുന്ന ദുആ നിങ്ങൾ ദുആ നടത്തണം, അല്ലാഹുവിനോട് ദുആ ചെയ്യണം. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്. اللهم إني أسألك وأتوجه إليك بمحمد النبي الرحمة. അള്ളാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്നിലേക്ക് ഞാൻ മുന്നേറിയിരിക്കുന്നവരെ നിന്റെ അനുഗ്രഹീതമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു.
യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ പറയുകയാണ്. ഇന്നി ഖദ് വജ്ജഹതു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതുഖ്വാ. അവിടുന്ന് പറയുകയാണ് എങ്ങനെ? യാ മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ വേണ്ടി പറയുകയാണ്. എന്നിട്ടോ എങ്ങനെ ദുആ ചെയ്യണം? ആദ്യം പറഞ്ഞു അല്ലാഹുമ്മ അസ്അലുക വതവജ്ജു ഇലൈക ബിമുഹമ്മദിൻ നബിയ്യിർ റഹ്മ. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്നിലേക്ക് ഞാൻ മുന്നടിക്കുന്നു. ആരെ? നിന്റെ അനുഗ്രഹീതമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു. എന്നിട്ട് യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ എന്ന് വിളിക്കുക. ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി, റബ്ബിലേക്ക് ഞാൻ മുന്നടിക്കുന്നു മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹാജത്തി ഹാദിഹി തുഖ്വാ, എൻ്റെ ആവശ്യം പൂർത്തീകരിക്കുക. എന്താ ആവശ്യം പൂർത്തിയാണ്ടത്? കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടുന്നു. എന്നിട്ട് അള്ളാഹുവിനോട് പറയും അള്ളാഹുമ്മ ശഫീഇ, അള്ളാഹുവേ ഈ ശുപാർശ സ്വീകരിക്കണേ, ഈ ശുപാർശ സ്വീകരിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഖുതുബിയത്തിൽ ഇങ്ങനെ തന്നെയല്ല നടക്കുന്നത്. ഖുതുബിയത്തിൽ ആദ്യം മുഹീദ്ദീൻ ശൈഖിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യും, ആദ്യം ദുആ ചെയ്യും, വുദൂ ചെയ്തുകൊണ്ട് ഹാജത്ത് നിസ്കാരം നിസ്കരിക്കും. വിശേഷം വിളിക്കുകയാണ് യാ റസൂൽ യാ മുഹ്യിദ്ദീൻ. അതെ, 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അല്ലാഹുമ്മ അസ്അലുക വതവജ്ജു ഇലൈക ബിമുഹമ്മദിൻ നബിയ്യിർ റഹ്മ, നിന്റെ അനുഗ്രഹീതമായ മുഹമ്മദ് നബിയെ കൊണ്ട് നിന്നിലേക്ക് മുന്നേറിയിരിക്കുന്നു അല്ലാഹ്. എന്നിട്ട് യാ മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ് അവിടുന്ന് അങ്ങയിലേക്ക്, എൻ്റെ റബ്ബിലേക്ക് അങ്ങയെ ഞാൻ മുന്നിൽ പിടിക്കുന്നു എന്നല്ല പറഞ്ഞത്. ഇത് തന്നെയാണ് ഖുതുബിയത്തിൽ നടക്കുന്നത്. ഈ ഹദീസ് സഹിയാണെന്നാണ്, ഹദീസും സഹി എന്നാണ് അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഈ ഹദീസ് സഹിയാണ്. അപ്പൊ ഈ ഹദീസ് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് എന്താ? ദുആ ചെയ്യുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ദുആ ചെയ്യുമ്പോഴാണ് നമ്മൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത്. എന്താ? മുഹീദ്ദീൻ ശൈഖിന് സ്വയം പര്യാപ്തത വെച്ചുകൊണ്ടല്ല, ഷെയ്ഖ് അബ്ദുള്ള മൗലവി അടക്കമുള്ള വഹാബി മൗലവിമാർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല, മനസ്സിലായിട്ടും മനസ്സിലാവാത്തത് പോലെ അഭിനയിക്കുകയാണ്. അങ്ങനെ ആ മുഹീദ്ദീൻ ശൈഖിനെ ഞങ്ങൾ വിളിക്കുന്നതോ അതേ മുഹീദ്ദീൻ ശൈഖിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോടാണ് ദുആ നടത്തുന്നത്. ഇതേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ ഖുതുബിയത്തിൽ ചെയ്യാൻ ഞങ്ങൾ പഠിപ്പിച്ചത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് ചൊല്ലി അടക്കമുള്ള സർവ്വമൗലവിമാരെ ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.